തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടിലോറി കയറിയിറങ്ങി 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചതിൽ 2 പേർ കുട്ടികളാണ്. പരിക്കേറ്റ 6 പേരിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. മദ്യലഹരിയിലായിരുന്നു ലോറിയുടെ ക്ലീനറാണ് അമിത വേഗതയിൽ തടി ലോറി ഉറങ്ങിക്കിടന്നവർക്കിടയിലൂടെ ഓടിച്ചുകയറ്റിയത്. അതേസമയം സംഭവത്തിൽ ക്ലീനർക്കും ഡ്രൈവർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുമുണ്ട്. സുനിൽ അരുമാനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ നാട്ടികയിൽ ഇന്നു പുലർച്ചെ 4 മണിക്കായിരുന്നു നാട്ടിനെ നടുക്കിയ ഏവരെയും ദുഃഖത്തിലാക്കിയ ദാരുണ സംഭവം നടന്നത്. നാട്ടികയിൽ റോഡിൽ കിടന്നുറങ്ങുകയായിരുന്ന നാടോടി സംഘത്തിന് നേരെ അവരുടെ ശരീരത്തിലൂടെ ലോറി കയറ്റി ഇറക്കിയിരിക്കുന്നു. തടി കയറ്റി വന്ന ലോറിയാണ് ഇവരുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതും 5 പേർ ദാരുണമായി കൊല്ലപ്പെട്ടതും. സംഭവത്തിൽ കണ്ണൂർ സ്വദേശികളായ അലക്സിനെയും അതുപോലെ ജോസിനെതിരെയും നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് പോലീസ്. വാഹനം നിയമം ലംഘിച്ചുകൊണ്ട് അതിവേഗത്തിൽ വന്നു എന്നതിനുപരി ബാരിക്കേഡുകൾ തകർത്തുകൊണ്ടാണ് പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചിരുന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറിയാണ് ഈ റോഡിൽ കിടന്നുറങ്ങിയിരുന്ന 5 പേർ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. 6 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ 3 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം. ലൈസൻസ് ഇല്ലാതെ അലക്സ് എന്ന് പറയുന്ന ക്ലീനറാണ് ലോറി ഓടിച്ച് ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ലൈസൻസ് ഉണ്ടായിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറായ ജോസ് വാഹനത്തിൽ മദ്യപിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ഇവർ 2 പേരും മദ്യപിച്ച് തന്നെയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വാഹനത്തിൽ നിന്ന് മദ്യ കുപ്പികളും പോലീസ് കണ്ടെടുത്തു. ഇവർക്കെതിരെ 304 പ്രകാരം നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മനഃപൂർവ്വമായ നരഹത്യാ കുറ്റത്തിനാണ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്.